പുൽവാമ ആക്രമണത്തിൽ തങ്ങളുടെ പങ്ക് പാകിസ്ഥാൻ സമ്മതിക്കുകയാണ്. 2019 40 അർദ്ധസൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ ആ സംഭവം തങ്ങളാണ് നടത്തിയത് എന്ന് പാകിസ്ഥാൻ ഇന്ന് സമ്മതിക്കുന്നു. ഇന്ത്യ ആ ആരോപണം നേരത്തെ ഉന്നയിച്ചതാണ്. അന്ന് അവർ ആ പങ്ക് നിഷേധിച്ചു. ഇന്ന് അവർ അത് സമ്മതിക്കുന്നു. പുൽവാമ ഭീകരാക്രമണം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തന്ത്രപരമായ മിടുക്കാണ് എന്ന് ഇപ്പോൾ അവർ പറയുകയാണ്. പുൽവാമയിലെ ഞങ്ങളുടെ തന്ത്രപരമായ കഴിവ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. വെള്ളിയാഴ്ച നടന്ന ഒരു പത്രസമ്മേളനത്തിൽ അവരുടെ എയർ വൈസ് മാർഷൽ ഔറംഗസീബ് അഹമ്മദ് അങ്ങനെ പറയുന്നു. പാകിസ്ഥാൻ വ്യോമസേനയുടെ ഡയറക്ടർ ജനറൽ പബ്ലിക് റിലേഷൻസാണ് എയർ വൈസ് മാർഷൽ ഔറംഗസീബ് അഹമ്മദ്. ഇതോടെ പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ കള്ളക്കളി കൂടുതൽ വ്യക്തമാവുകയാണ്. പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിരപരാധിയാണെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ വാദിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് തെളിവ് ചോദിക്കുന്നു. അതിനിടയിലാണ് നേരത്തെ നടന്ന ഒരു ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നത്. ഈ തുറന്നു പറച്ചിൽ നടക്കുന്ന ഘട്ടത്തിൽ ഡയറക്ടർ ജനറൽ ISPR ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരിയും ഒരു നാവികസേനാ വക്താവും ഉണ്ടായിരുന്നു. അൽ-ഖയ്ദ തലവൻ ഒസാമ ബിൻ ലാദനെ കണ്ട് തീവ്രവാദികൾക്ക് ആണവായുധ സാങ്കേതിക വിദ്യ കൈമാറാൻ ശ്രമിച്ച ആണവശാസ്ത്രജ്ഞൻ സുൽത്താൻ ബഷീറുദ്ദീൻ മെഹ്മൂദിൻ്റെ മകനാണ് ലഫ്റ്റനന്റ് ജനറൽ ചൗധരി. 2019 ഫെബ്രുവരി 14 ജമ്മു കശ്മീർ ശ്രീനഗർ ദേശീയപാതയിലാണ് സംഭവം ഉണ്ടായത്. ജെയ്ഷെ മുഹമ്മദ് ചാവേർ ബോംബറാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് നേരെയായിരുന്നു ആക്രമണം. ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദി ആദിൽ അഹമ്മദ് ദാർ ആയിരുന്നു ആക്രമണം നടത്തിയത്. ആ കൊലയാളിക്ക് 22 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആദിൽ അഹമ്മദ് ദാർ കൊക്കാപ്പോറ സ്വദേശിയായിരുന്നു. കുടുംബം അയാളെ ഏറ്റവും ഒടുവിൽ കണ്ടത് 2018 ഒരു സൈക്കിൾ എടുത്ത് അയാൾ വീട് വിട്ടിറങ്ങി. പോലീസ് അടിച്ചു എന്ന മനോവിഷമത്തിൽ നടക്കുന്ന ആ ചെറുപ്പക്കാരനെയാണ് പിന്നീട് തീവ്രവാദിയായി ജെയ്ഷെ മുഹമ്മദ് മാറ്റിയെടുത്തത്. CRPF ജവാന്മാരെ കൊലപ്പെടുത്തിയ പുൽവാമ ആക്രമണം നടത്തിയത് അയാളാണ്. അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആക്രമണത്തെ ആശങ്കാജനകമായ കാര്യം എന്ന് വിശേഷിപ്പിച്ചു. ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പങ്ക് നിഷേധിച്ചു. ജെയ്ഷെ മുഹമ്മദ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടും പാകിസ്ഥാൻ തെളിവ് ചോദിച്ചു. ആരോപണങ്ങൾ നിഷേധിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്ത ബഹാവൽപൂരിലെ സുബാനാള ക്യാമ്പ് ആ തീവ്രവാദ സംഘത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ആദിൽ അഹമ്മദ് ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കൃത്യമായ തെളിവുണ്ടായിട്ടും പാകിസ്ഥാൻ ആ ഭീകരകേന്ദ്രം ഇതുവരെ സംരക്ഷിച്ചു. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്തത്. പുൽവാമ ആക്രമണത്തിനു ശേഷം POKയിലെ ബലാക്കോട്ടിൽ ഭീകര ക്യാമ്പിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി. ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷനിൽ 12 മിറാഷ് 2000 ജെറ്റുകൾ ഉൾപ്പെട്ടിരുന്നു. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും വലിയ പരിശീലന ക്യാമ്പുകളിൽ ഒന്നാണ് അവിടെ തകർക്കപ്പെട്ടത്. ഇന്ത്യൻ യുദ്ധവിമാന പൈലറ്റ് അഭിനന്ദൻ വർത്തമാൻ പിന്നീട് പിടിയിലായി. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ആ സൈനികനെ വിട്ടയക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായി. 3 പതിറ്റാണ്ടിലേറെ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അഭയം നൽകുന്ന ഒരു സ്ഥലമാണ് എന്ന് നേരത്തെ തന്നെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സമ്മതിച്ചിരുന്നു. സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഈ തുറന്നു പറച്ചിൽ അയാൾ നടത്തി. ഭീകര സംഘടനകളെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നു. അവർക്ക് പരിശീലനം നൽകുന്നു, ധനസഹായം നൽകുന്നു. ഇതിന് പാകിസ്ഥാൻ്റെ ഒരു ദീർഘകാല ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായ തെളിവുകൾ കിട്ടും. പല ആക്രമണങ്ങളും ആദ്യഘട്ടത്തിൽ അവർ നിഷേധിക്കുന്നു. അതിൽ ഒരു ഉദാഹരണമാണ് കാർഗിൽ. ആദ്യഘട്ടത്തിൽ അത് നിഷേധിച്ചു. പിന്നീട് തങ്ങളുടെ പങ്ക് ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായി ഉണ്ട് എന്ന് പാകിസ്ഥാൻ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇവിടെ അത്തരത്തിലൊരു കുറ്റസമ്മതമാണ് നടന്നിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഇത് ഗൗരവത്തിലെടുക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.